എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പം 6 മണി, 6:02. ഇന്ന് ഒരു ലോങ് റൈഡാണ്. ഇന്നത്തെ റൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ടു കേരളമാണ്. കേരളത്തിൽ എറണാകുളം, ബാംഗ്ലൂർ ടു എറണാകുളം ഏകദേശം 10 മണിക്കൂർ. ഇത് കാണിക്കുന്ന 9 hours 13 minutes. ലഗേജൊക്കെ സെറ്റാണ്. പോകുന്ന റൂട്ടും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. സത്യമംഗലം വഴിയാണ് പോകുന്നത്. സാധാരണ പോകുന്ന റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേ കൂടിയാണ്. ഹൊസൂർ, കൃഷ്ണഗിരി, സേലം ആ ഭാഗത്തുനിന്ന് സാധാരണ പോകാറ്. ഇത് കുറച്ച് വളഞ്ഞ റൂട്ടാണ്, പ്യൂർ ഹൈവേ അല്ല, ഫോറസ്റ്റിൻ്റെ അകത്തൊക്കെ ഉള്ള വഴിയാണ്. ഓക്കെ, ഏകദേശം 528 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ലോറിക്കാട് ബഹളമുണ്ട്. കുറച്ച് മാക്സിമം ഓടിപ്പിടിക്കണം. അത്ര നേരത്തെ എത്താമോ അത്ര നേരത്തെ എത്താൻ പറ്റില്ല, അത്ര നേരത്തെ എത്തണം. ഇത്ര സമയം വന്ന് നൈസ് റോഡിൽ കൂടിയാണ്. നൈസ് റോഡിൽ നിന്ന് ഇറങ്ങി ടോൾ റോഡായിരുന്നു. നൈസ് റോഡിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കനക്പുര റോഡ് കയറി. ഇനി കനക്പുരയിൽ നിന്ന് സത്യമംഗലം ആ റൂട്ടാണ് പോകുന്നത്. അത്യാവശ്യം ചെറിയ രീതിയിൽ ഫോറസ്റ്റും ചുരമൊക്കെയുള്ള റോഡാണ്. എയർപിൻ ബെഞ്ചുകളൊക്കെ അത്യാവശ്യം രീതിയിലൊക്കെയുണ്ട്. റോഡ് മോശം. ഇത് വിചാരിച്ച പോലെ ഒന്നും നടക്കും പോകുന്നില്ല. കനക്പൂരെത്തി. സൂര്യൻ വിളിച്ച് വരുന്നുണ്ട്. അതാണ് സൂര്യൻ വിളിച്ച് നാട്ടിൽ കുറേ എത്താനുണ്ട്. വരുന്ന വഴിക്ക് വണ്ടി വന്ന് നിർത്തി. ചുമ്മാ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഏതാ പോക്ക്, മത്സരം രണ്ടുപേരും കൂടെ. സൂര്യൻ ഉദിച്ചു വരുന്നു. മുഴുവൻ മലബറി കൃഷിയാണ്. ഏകദേശം 88 കിലോമീറ്റർ ഓടിച്ചു വന്നിട്ടുണ്ട്. സമയം 7:20. ഒരു അടിപൊളി പാലം. സൂപ്പർ. പുതിയ പാലം അവിടെ പണിയുന്നുണ്ട്. എന്ത് സെറ്റപ്പാണ്. സൂപ്പർ സ്ഥലം. റൈഡേഴ്സിൽ പോകണല്ലോ. പോട്ടെ. അടിപൊളി ഒരു വ്യൂ. കുറേ റൈഡേഴ്സ്, BMW റൈഡേഴ്സ്. എനിക്ക് ഇങ്ങോട്ടേക്കാണ് സത്യമംഗലം. യെസ്, എന്തൊരു മൊത്തം സോളാർ പാനൽ. സോളാർ പാനൽ നമ്മുടെ സോളാർ പാടം. അദാനി ഗ്രൂപ്പിന്റെ സോളാർ പ്ലാന്റ്. ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന് വരെ. ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ. ഇതിന്റെ അപ്പുറത്തെ ഫോറസ്റ്റ് ആട്ടോ. ഇതിന്റെ മൃഗങ്ങളൊന്നും ഇറങ്ങി വരാണ്ടിരിക്കും. തമ്പിവേലി കയറിയിട്ടുണ്ട്. തമ്പിവേലിയല്ല, വൈദ്യുതി വേലി. ആനയുണ്ട്. എലക്ട്രൺ ക്രോസിങ്. ദൈവമേ, വല്ല ആനയും പൊടിയൊക്കെ. ആനകളെ പിന്നെയും കുഴപ്പമില്ല. പൊടിയൊന്നും വരാതിരുന്ന നോക്കിയത്. പൊടിയൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി വഴി. ഇത്രയും സമയം കട്ടർ റോഡുകളൊക്കെ വന്നിട്ട് ഇപ്പോഴാണ് അതൊന്നും മുതലാവുന്നത്. പൊളിച്ചു. അടിപൊളി.
അതേ പൈസ. മുളങ്ങെത്തി തമിഴ്നാട് എത്തിന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി വ്യൂ കേട്ടോ. ബ്യൂട്ടിഫുൾ. വഴിയൊക്കെ ചെറിയ വഴിയാ, ലോറികളൊക്കെ പറന്ന വരുന്നേ, സൂക്ഷിക്കണം. അടിപൊളി അടിപൊളി മോനെ, അടിപൊളി. പാവേ ബസ് പൊട്ടിയും പറപ്പിച്ച് പോകുന്നുണ്ട്. കോയമ്പത്തൂർക്കാവും. പിന്നെ ഇതിലൊന്ന് പാസ് ചെയ്യണമെങ്കിലാണ് ബുദ്ധിമുട്ട്. ഒറ്റ വണ്ടിക്ക് ഇത് വഴി പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ ഈ വഴിയുടെ വീതി. ചേട്ടാ കുറച്ച് സൈഡ് ചെയ്യോ? എവിടെ അല്ലേ? വ്യൂ എന്റെ മോനെ, ഇതിനെപ്പോ ഞാൻ താഴ്ത്തുക തീർന്നു കേട്ടോ. അടിപൊളി വ്യൂ മോനെ. അടിപൊളി റോഡ് എന്റെ മോനെ. ഓ പൊളി, ഒരേ പൊളി. ഓ എൻ്റെ പോലെ പൊളി വ്യൂ, അടിപൊളി. ഫുള്ള് ഫോഗി ഒരു ഭയങ്കര ഫോഗാ. എത്ര സമയം കയറുവാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് ഇറങ്ങണം. എൻ്റെ അമ്മോ, താഴോട്ട് എന്തൊരു കുഴിയാണ്, ഭയങ്കര വലിയ കുഴി താഴോട്ട്. താഴോട്ട് പോയ ഹലോ താഴോട്ട് ഇങ്ങനെ വീണാലേ പൊടി പോലും കിട്ടത്തില്ല. എൻ്റെ പൊന്നെ, വെരി ഡേഞ്ചറസ്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ്. അമ്മേ, ഓ കൊള്ളാം, പൊളിയല്ലേ. ഓ താഴോട്ട് പോയ പൊടി പോലും കിട്ടില്ല കേട്ടോ. ഓ നൈസ് വ്യൂ. ഇതിലൂടെ വന്നതിന് മുതലായി എന്തായാലും. ഹെയർപിൻ ബെൻഡ് 27. അടിപൊളി, അത് കലക്കിയല്ലോ. ഹെയർപിൻ ബെൻഡ് 27, 27 ഹെയർപിൻ ബെൻഡ് ഉണ്ട്. ഇപ്പോൾ 27ാമത്തെ ഞാനുള്ളത്. ഹായ്, അടിപൊളി. എൻ്റെ അമ്മോ, താഴെ പോയ പൺപാളി. 20 ഹെയർപിൻ ബെൻഡ്. ഓ പറന്ന് അപ്പുറത്തേക്ക് എത്തിപ്പോകുമല്ലോ ഒരു വെറുതെ ഇട്ടാല്. എൻ്റെ മോനെ, അന്നതിന് മുകളിലേക്ക് നമ്മൾ വന്നത്. അന്ന് അവിടെ തുടക്കം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് പേടിയാവുന്നു. 19 18 പറന്നു പോയാലോ. ഒറ്റ പോക്ക് പെട്ടെന്ന് താഴെത്താം, പെട്ടെന്ന് താഴേക്ക് എത്താം, പെട്ടെന്ന് മുകളിലേക്ക് എത്താം.
അന്ന് ആ കുന്നിന്റെ മുകളിൽ ഒരു വാച്ച് ടവർ കാണുന്നുണ്ട്. ഏത് പറമ്പത്തേക്ക് 27-14. അയ്യോ എന്റെ പൊന്നെ, 27-9. അയ്യോ അത് കുടുങ്ങിപ്പോയോ? എന്റെ പൊന്നെ. ആ ഇപ്പുറത്തെ ലൈനിൽ കൂടെ ഒക്കെ എടുത്തു പോകുന്നേ. അങ്ങനെ വന്നാൽ അവർക്ക് വളച്ചെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മേ, 27-8. എന്താ അത്? ഇവിടുന്ന് വിട്ടുപോയാൽ തീർന്നു പോകണം. അങ്ങ് എത്തി. എന്ത് കിടുക്കാച്ച ചെയ്യോ അല്ലേ, ഒരു രക്ഷയില്ല. അഞ്ച് എന്റെ പൊന്നെ, എവിടേക്കാ വണ്ടി വരുന്നത്? 3, 2. മൊത്തം ക്ലച്ചും ബ്രേക്കും കെട്ടും പോണോ? അങ്ങനെ ഓർപ്പിച്ച് മൊത്തം കഴിഞ്ഞു. അങ്ങനെ 10 മണിയായതേ ഉള്ളൂ. 10:15. ഏകദേശം 4 മണിക്കൂർ ഓടുന്നുണ്ട് ഇവിടെ. ഈ ചുരത്തിന്റെ പേര് തലമലൈ ചുരം. ഗൂഗിൾ മാപ്പ് എങ്ങോട്ടൊക്കെയാ അവിടെ കൊണ്ടുപോകുന്നേ? ഏതോ ഗ്രാമത്തിൽ കൂടെയൊക്കെയാ കൊണ്ടുപോയെ. ഗ്രാമം. പാഴപ്പല വാഴക്കൃഷി. ഹൈവേ എത്തി. തമിഴ്നാട്ടിൽ ഏതൊരു സ്ഥലമാണ് ദൈവത്തിനറിയാം. കോയമ്പത്തൂർ എത്താൻ കോയമ്പത്തൂരിന് 27 കിലോമീറ്റർ കോയമ്പത്തൂരിന്. അതാണ് ഹൈവേ. ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ആ മുകളിൽ കാണുന്ന ആ ഹൈവേ കൂടിയാണ് പോവുക. ഇനി ഇവിടെ അങ്ങോട്ടേക്ക് പ്യൂർ ഹൈവേ ആയിരിക്കും. അങ്ങനെ നാഷണൽ ഹൈവേയിൽ കയറി ഏകദേശം 300 കിലോമീറ്റർ വന്നിട്ടും ഇപ്പോഴാണ് ടോൾ ഗേറ്റ് കിട്ടുന്നത്. ഫസ്റ്റ് ടോൾ ഗേറ്റ്. പ്രശസ്തമായ കുതിരാൻ ദുരന്തം ഗോവന്റെ കാണുന്നത്. എന്റെ വയസ്സാകുമ്പോഴത്തേക്ക് നടക്കുമോ? എന്റെ വയസ്സങ്ങാർക്ക് അതുകൊണ്ട് എവിടെ ബസ് പോകാൻ താഴെ കൂടിയാവും. എന്താ കുഞ്ഞിട്ട് പോകുമ്പോ ഇത്ര ഉള്ളോ? ഇതിനാണോ ഞാൻ ഇത്ര ഉണ്ടോ? എന്ത് തിരക്കണ്ടേ? അവിടെ എന്തൊക്കെയോ നിയമമൊക്കെ വന്നത് 5 വണ്ടി മുകളിൽ കിടക്കാൻ പാടില്ലെന്നോ, കടന്നാല് തുറന്നു വിടണമെന്നോ.
പക്ഷേ എന്താ അല്ലേ ഒരു യുദ്ധമുഖം. അങ്കമാലി എത്തി, അങ്കമാലി. വണ്ടി ഒന്ന് നിർത്തി റെസ്റ്റ് എടുക്കാം. ഏകദേശം എനിക്ക് പോകാനുള്ള 2 കിലോമീറ്ററുള്ളൂ, 3 മിനിറ്റുള്ളൂ, 2 കിലോമീറ്ററുള്ളൂ ഇവിടുന്ന്. സോ അതിന് മുമ്പ് ഒന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഒന്ന് റിഫ്രഷ് ആക്കാൻ വിചാരിച്ചു. സമയം 4 മണി, 4:05. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.